Everybody is recording videos while the fire is. And the next thing we have to learn is how to put out a fire when we encounter with a fire drill. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ടാവുമല്ലോ. ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ആ ബിൽഡിങ്ങിന് തീ പിടിച്ചതല്ലായിരുന്നു. ചൈനയിലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയും ഫയർ ആൻഡ് സേഫ്റ്റിയും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ആയിരുന്നു അത്. അല്ലാതെ തീയൊന്നും പിടിച്ചതല്ല, അവർ ജസ്റ്റ് പുകച്ച് നമ്മളെ പുറത്ത് ചാടിച്ചതാണ്. ഒരു തീ വന്നാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് കാണിച്ചു തന്നതാണ്. പിന്നെ സ്റ്റുഡൻസിൽ നിന്ന് ഇൻട്രസ്റ്റ് ഉള്ള 3-4 പേരെ വോളണ്ടിയർ ആക്കിയെടുത്ത് ഇവിടെ ഡ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സിന്റെ എണ്ണം കൂടി വന്നപ്പോൾ അവര് ഡ്രില്ല് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ഗ്രൗണ്ടിലേക്കാണ്. അപ്പൊ എൻ്റെ ഒരു ചൈനീസ് കൂട്ടുകാരി ഉണ്ട്. അപ്പൊ അവള് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നാണ്. അവളാണ് ഇത് അവിടെ നിന്ന് മെഷർമെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുടെ വീഡിയോ എടുത്തെങ്കിൽ അവള് പറഞ്ഞ ഇടണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് റെസ്പെക്ട് ചെയ്യണമല്ലോ. ഈ ഒരു വഴി കൂടെ ഞങ്ങൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഈ കാണുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് ഗേറ്റ് ആണ്. നിങ്ങൾ പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ടെന്റ് ഒക്കെ കാണാൻ പറ്റും. അതെന്താ സംഭവം എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഓരോരോ ഗ്രൂപ്പ്സ് ഉണ്ട്, അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ടെന്റ് ഇട്ടിരിക്കുന്നതാണ്. അതിലാകെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇവരുടെ മാത്രമാണ്. ബാക്കിയുള്ളവരുടെ ബുക്കും പേപ്പറും മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരുടെ കൂടെ ഉള്ള കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഹോസ്റ്റലിൽ പിള്ളേർ യൂണോ കളി. പിന്നെ ഇവരുടെ കൂടെ അങ്ങ് കൂടി.